മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഉപമുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുമെന്ന് ദേവേന്ദ്ര ഫട്നാവിസ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ നിരാശാജനകമായ പ്രകടനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നീക്കം. അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിൽ നമുക്ക് അറിയുന്നതുപോലെ തന്നെ 12 MLA-മാർ കൂറുമാറാൻ പോകുന്നു എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ BJPക്ക് ഏറ്റ വലിയൊരു പരാജയം നമ്മൾ കണ്ടതാണ്. ഈ ഒരു പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഉപമുഖ്യമന്ത്രി സ്ഥാനം ദേവേന്ദ്ര ഫട്നാവിസ് രാജിവെക്കുമെന്ന വാർത്തകൾ പുറത്തുവരുന്നത്. വലിയ മോശം പ്രകടനം തന്നെയായിരുന്നു മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് ഉണ്ടായത്. മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിന്റെ BJPയുടെ മോശം പ്രകടനം വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടായ ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു തിരിച്ചടിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള ദേവേന്ദ്ര ഫട്നാവിസ് ഇപ്പോൾ സ്ഥാനമൊഴിയുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ അജിത് പവാർ പക്ഷത്ത് നിന്ന് നിരവധി 12ഓളം MLA-മാരാണ് ഇപ്പോൾ ശരത് പവാർ പക്ഷത്തേക്ക് പോകുന്നു എന്ന വിവരം അടക്കം പുറത്തുവരുന്നൊരു പശ്ചാത്തലമുണ്ട്. മഹാരാഷ്ട്രയിലെ BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള തിരിച്ചടിയാകുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഒരു നീക്കം ഉണ്ടാകുന്നത്. വിവരങ്ങൾ നൽകാൻ പ്രേംലാൽ ചേരുന്നു മഹാരാഷ്ട്രയിൽ നിന്ന്. പ്രേംലാൽ, നാടകീയ നീക്കങ്ങൾ നടക്കുന്ന മഹാരാഷ്ട്രയിൽ ഇപ്പോഴത്തെ ഉപമുഖ്യമന്ത്രി സ്ഥാനം ദേവേന്ദ്ര ഫട്നാവിസ് രാജിവെക്കുമെന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തുവരുന്നു. എന്താണ് പറയാനുള്ളത്? അഞ്ജന, തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിന് ശേഷമായിരുന്നു പത്രസമ്മേളനത്തിൽ ഫട്നാവിസ് ഇത്തരം ഒരു തീരുമാനം അറിയിച്ചത്. മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് ഉപമുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്നുവെന്ന് ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ നിരാശാജനകമായ പ്രകടനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നീക്കമെന്നും അദ്ദേഹം പറഞ്ഞു. ലോക്സഭാ ഫലങ്ങളെക്കുറിച്ചുള്ള അവലോകന യോഗത്തിന് ശേഷമുള്ള ഒരു പത്രസമ്മേളനത്തിന് സംസാരിക്കുകയായിരുന്നു ഫട്നാവിസ് തന്റെ നിലപാട് വ്യക്തമാക്കിയത്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ ദേവേന്ദ്ര ഫട്നാവിസ് തന്നെ ഉപമുഖ്യമന്ത്രി സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിവാക്കണമെന്നും BJP നേതൃത്വത്തോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. അടുത്തിടെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ നിരാശാജനകമായ പ്രകടനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നീക്കമെന്നും അദ്ദേഹം പറഞ്ഞു. മഹാരാഷ്ട്രയിൽ BJPയുടെ എണ്ണം 2019 23 സീറ്റ് ഉണ്ടായിരുന്നു. ഇത് ഈ വർഷം 9 കുറഞ്ഞതാണ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് നയിച്ചതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ ചുവടുമാറ്റങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിച്ച നേതാവ് കൂടിയാണ് ദേവേന്ദ്ര ഫട്നാവിസ്. ശിവസേനയെയും NCPയെയും നെടുകെ പിളർത്തി പ്രതിപക്ഷത്തെ നിർജ്ജീവമാക്കാനുള്ള ശ്രമങ്ങളെല്ലാം തെരഞ്ഞെടുപ്പിൽ പാളിപ്പോയതാണ്. വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിൽ തന്നെയായിരിക്കണം ഫട്നാവിസ് രാജ്യസന്നദ്ധത പ്രകടിപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാന BJP നേതൃത്വത്തിലെ നിർണായക വ്യക്തിത്വമായിരുന്ന ഫട്നാവിസ് പാർട്ടിക്കേറ്റ തിരിച്ചടിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്താണ് തീരുമാനം എടുത്തിരിക്കുന്നത്. അതേസമയം മഹാരാഷ്ട്രയിൽ പാർട്ടിയുടെ ദയനീയ പരാജയത്തിന് പ്രാദേശിക നേതാക്കളിൽ നിന്നും വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നുവെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ പ്രകടനം മെച്ചപ്പെടുത്താൻ സംഘടനാ തലത്തിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് ഫട്നാവിസ് വിശദീകരണം നൽകിയിരിക്കുന്നത്. മുഴുവൻ സമയം മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിലെ BJPയുടെ മോശം പ്രകടനം കണക്കിലെടുത്ത് ഉപമുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ ദേവേന്ദ്ര ഫട്നാവിസ് ഒരുക്കമാണ് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രേംലാൽ. ഇടവേള.